ഹൈ റേഞ്ച് ഒക്കെ ഇറങ്ങി വരുന്ന സമയത്ത് പലർക്കും ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടാതെ പോകുന്നത്. അതിൻ്റെ പ്രധാന കാര്യം ഞാൻ ഈ പറഞ്ഞ ഡീസൽ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ടെർബോ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ വില നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല വില വരുന്ന യൂണിറ്റാണ് ഓരോ വാഹനത്തിനും. കാരണം അത് ഏറ്റവും കുറഞ്ഞത് 25,000 തൊട്ട് തുടങ്ങും, 70,000-ൻ്റെയും 75,000-ൻ്റെ ഒക്കെ മേളിൽ വില വരുന്ന മോഡൽ ടെർബോ ചാർജേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഒരു ടെർബോ കംപ്ലൈൻറ്റ് ആകുന്നത്? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ എഞ്ചിൻ ഓയിൽ ആയിക്കോട്ടെ, കൂളൻ്റ് ആയിക്കോട്ടെ, ബ്രേക്ക് ഫ്ലൂയിഡ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അഥവാ കൃത്യസമയമായി എന്നാൽ കിലോമീറ്റർ ഓടിയിട്ടില്ല അഥവാ കിലോമീറ്റർ ആയിട്ടില്ല, നമ്മൾ മാറേണ്ട കാര്യമുണ്ടോ? ഇനി ഇത് മാറാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വാഹനത്തിനുണ്ടാകാം? ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്സ്പ്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പലപ്പോഴും നമ്മൾ വാഹനം സർവീസിന് കൊണ്ടു ചെല്ലുന്ന സമയത്ത് അവർ പറയാറുണ്ട് എഞ്ചിൻ ഓയിൽ മാറണം അഥവാ കൂളൻ്റ് മാറണം. പക്ഷെ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും കൂളൻ്റിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നല്ല ഗ്രീൻ കളർ തന്നെ ആയിരിക്കും അഥവാ ഗോൾഡൻ യെല്ലോ കളർ ആയിരിക്കും. അത് ശരിക്കും ഒരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ മാറേണ്ട കാര്യം? യെസ്, നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ഡീസൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ സ്റ്റിക്ക് നമ്മളെടുത്ത് ഒരല്പം ഒന്ന് ഇതിൻ്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഒന്ന് പറ്റിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല കറുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് കറുത്തിരിക്കുന്നത് നോർമൽ അല്ലേ എന്ന് പലർക്കും ചോദ്യം വരുമായിരിക്കും. ശരിക്കും ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ ആ വാഹനത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലാക്ക് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഡീസൽ വാഹനമാണെന്നുണ്ടെങ്കിൽ ഡീസൽ വാഹനത്തിൽ പൊതുവേ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലാണ്. അങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാലും ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ആകും, പക്ഷേ ഒരിക്കലും അത് ഹാർഡ് ആകത്തില്ല. നമ്മുടെ വാഹനത്തിലുള്ള എഞ്ചിൻ ഓയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഹാർഡാണോ അല്ലയോ. ഇത് കുറച്ച് ഹാർഡ് ആയിട്ടുണ്ട്, അതെനിക്ക് മാറാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതായാലും മാറാൻ വേണ്ടിയിരിക്കുകയാണ്. ഓക്കെ, അത് എഞ്ചിൻ ഓയിലിൻ്റെ കേസ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ശരിക്കും നിങ്ങളുടെ വാഹനത്തിന് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എഞ്ചിൻ ലൂബ്രിക്കേഷനാണ്, അതായത് വാഹനത്തിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് നമ്മുടെ വാഹനത്തിൽ എഞ്ചിൻ ഓയിലിന് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എഞ്ചിൻ ഓയിലിന് വേറെ പല പരിപാടികളും ഉണ്ട്. അതായത് ലൂബ്രിക്കേഷൻ അത് മെയിൻ കാര്യം തന്നെയാണ്. വാഹനത്തിനകത്ത് വരുന്ന, അതായത് നമ്മുടെ എഞ്ചിനകത്ത് വരുന്ന ഓരോ പാർട്സുകളും ലൂബ്രിക്കേറ്റ് ചെയ്യുക, അതിൻ്റെ ഫ്രിക്ഷൻ ഒഴിവാക്കുക. അതായത് ഇങ്ങനെ ഉരസുന്ന സമയത്ത് ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഉരസും. അപ്പോൾ ഇതുപോലത്തെ റബ്ബിംഗ് പാർട്സിനെല്ലാം എഞ്ചിൻ ഓയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഫ്രിക്ഷൻ ഒഴിവാകും, വേറെ കുറയും, അതായത് തേയ്മാനം കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫ് കൂടുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എഞ്ചിൻ ഓയിൽ ശരിക്കും ഒരു ക്ലീനിങ് ഏജൻറ്റാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു വാഹനത്തിൻ്റെ എഞ്ചിനകത്തുണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് ഈ എഞ്ചിൻ ഓയിലാണ്. അതുകൊണ്ടാണ് എഞ്ചിൻ ഓയിൽ പെട്ടെന്ന് കറുത്ത് പോകുന്നത്. പ്രത്യേകിച്ച് ഡീസൽ വാഹനത്തിലും അങ്ങനെയാണ്. പെട്രോൾ വാഹനത്തിൽ കാർബൺ ഡെപ്പോസിറ്റ് കുറവായതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ നല്ല ഡാർക്കായി കാണാത്തത്. പലപ്പോഴും നമ്മളൊരു 10,000 കിലോമീറ്റർ ഓടുന്ന ഒരു എഞ്ചിൻ ഓയിൽ അധികം ബ്ലാക്ക് ആകത്തില്ല, ചെറിയൊരു ബ്രൗണിഷ് കളർ മാത്രമേ ആകത്തുള്ളൂ. എന്നാൽ അന്നേരവും ഓയിൽ മാറാത്ത വ്യക്തികളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ബ്ലാക്ക് ആവും. ഒരിക്കലും പെട്രോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ബ്ലാക്ക് ആകില്ല. ആകുന്ന സിറ്റുവേഷൻ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15,000 മേളിൽ ഓടിയാൽ മാത്രമേ ഉള്ളൂ അത് ബ്ലാക്ക് ആകുന്നത്. പക്ഷേ അങ്ങനെ ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്ലീനിങ് ഏജൻ്റാണ്. മൂന്നാമത്തെ കാര്യം, ഈ എഞ്ചിൻ ഓയിൽ വാഹനത്തിനെ കൂളിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കൂളിങ്ങിനോ? അപ്പോൾ ശരിക്കും പിന്നെ കൂളൻ്റ് എന്തിനുള്ളതാണ്? യെസ്, കൂളിങ്ങിനെ സഹായിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിനകത്തുണ്ടാകുന്ന ഹീറ്റിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വാഹനത്തിൻ്റെ സിലിണ്ടേഴ്സിൻ്റെയൊക്കെ അവിടെ വരുന്ന ഈ ഓയിലും കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ ഹീറ്റെല്ലാം ഡിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഡീസൽ വാഹനങ്ങളിൽ, അതായത് പല വാഹനങ്ങൾ, ഡീസൽ എന്ന് ഞാൻ എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ പെട്രോൾ വാഹനങ്ങളിലും ഓയിൽ കൂളേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഓയിൽ കൂള് ചെയ്യിക്കാൻ വേണ്ടി കൂളേഴ്സ് വരുന്നുണ്ട്. ഈ ഓയിൽ കൂളർ എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ നോർമൽ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ എഞ്ചിൻ ഓയിലിന് പ്രശ്നമാണ്. അതായത് വിസ്കോസിറ്റി കൂടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓയിൽ ഹാർഡായി പോകും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാഹനത്തിൽ ഓയിൽ കൂളേഴ്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഓയിൽ കൂളറിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കൃത്യമായിട്ടുള്ള ഓയിൽ റീപ്ലേസോ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഓവറായിട്ട് ഹീറ്റ് വന്നിട്ടുണ്ടെങ്കിലോ ഓയിൽ കൂളേഴ്സിനകത്തുള്ള ഓയിൽ സീൽ പോയാൽ
കൂളൻറ്റും ഓയിലും കൂടെ മിക്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മിക്സ് ആകുമ്പോഴാണ് വാഹനം പിന്നെയും ഓവർ ഹീറ്റ് ആകുന്നതും ഹെഡ് ഗ്യാസ്കറ്റ് പോകുന്നതും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എഞ്ചിൻ ഓയിൽ വരുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ലൂബ്രിക്കേഷൻ കൃത്യമായിട്ട് നടക്കത്തില്ല, തേയ്മാനം കൂടും, നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫ് കുറയും. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ കമ്പനി ഏതാണെന്നോ ആ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് തന്നെ എഞ്ചിൻ ഓയിൽ മാറിക്കണം. വെതർ കിലോമീറ്റർ ആയെങ്കിൽ, അതായത് 10,000 കിലോമീറ്ററാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വർഷം, ഇതിൽ നിങ്ങളുടെ വാഹനം 10,000 കിലോമീറ്റർ ഓടിയില്ല, പക്ഷേ ഒരു വർഷമായി, മാറി വിട്ടോണം. ഇനി അത് കൃത്യമായിട്ട് മാറിയില്ലെങ്കിൽ, കൂളിംഗ് പ്രോപ്പറായിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ ഉണ്ടാകും, വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ലൈഫ് കുറയും, വാഹനത്തിൻ്റെ പെർഫോമൻസ് ഔട്ട്പുട്ട് കുറയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം മറക്കരുത്, വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിലെ എഞ്ചിൻ ഓയിൽ മാറിക്കണം. ഇനി അടുത്ത് വരുന്നൊരു കാര്യമാണ് കൂളൻ്റ്. കൂളൻ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനെ തണുപ്പിക്കാൻ, അതായത് എഞ്ചിനകത്ത് ബേണിങ് നടക്കുന്നുണ്ട്, ആ ബേണിംഗ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഹീറ്റ് ക്രിയേറ്റ് ആവും. ഈ ഒരു ഹീറ്റ് നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിന് വേണം. നോർമലിനെ കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ അതിനെയാണ് ഓവർ ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിൽ നിർത്തിയിട്ട് ബാക്കി ഹീറ്റിനെ വലിച്ചുകൊണ്ട്, അതായത് നമ്മുടെ എഞ്ചിൻ്റെ ഹീറ്റിനെ മുഴുവൻ വലിച്ച് റേഡിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലോട്ട് കൊണ്ടുവന്ന് എയർ യൂസ് ചെയ്ത് അതിനെ തണുപ്പിച്ച് തിരിച്ച് പിന്നെയും സർക്കുലേറ്റ് ചെയ്യുന്നൊരു യൂണിറ്റാണ് കൂളൻ്റ്. അതായത് കൂളൻ്റ് ശരിക്കും ഒരു ആൻറ്റി ഫ്രീസ് ഏജൻറ്റ് തന്നെയാണ് അതിനകത്ത് വർക്ക് ചെയ്യിക്കുന്നത്. അതിനകത്ത് ഈ കൂളൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എഞ്ചിനെ തണുപ്പിക്കാൻ മാത്രമല്ല, ഇത് സാധാരണ വെള്ളമല്ല വരുന്നത്, കൂളൻ്റ് പ്ലസ് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. കൊറോഷനെ തടയാൻ വേണ്ടിയിട്ട്, ഇതിനകത്ത് റസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫോം ചെയ്യാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഈ കൂളൻ്റ് തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ കൂളൻ്റ് മാറി വിടുക അതിൻ്റെ കൃത്യസമയത്ത്. കാരണം പഴയ വാഹനത്തിലൊക്കെ 20,000 കിലോമീറ്റർ കൂടുമ്പോഴായിരുന്നു റീപ്ലേസ് ചെയ്യേണ്ടത്. പക്ഷേ പുതിയ വാഹനത്തിലൊക്കെ വന്ന സമയത്ത് അത് 80,000 ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കൃത്യമായിട്ട് മാറി വിട്ടോണം. കൂളൻ്റ് കൃത്യമായിട്ട് മാറിയില്ലെന്നുണ്ടെങ്കിൽ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവത്തില്ല. തെർമോസ്റ്റാറ്റ് വാൽവ്, അതായത് നമ്മുടെ എഞ്ചിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആയതിനു ശേഷം വാഹനത്തിൻ്റെ കൂളൻ്റിനെ കടത്തി വിട്ട് അതിനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു യൂണിറ്റാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഈ തെർമോസ്റ്റാറ്റിനും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരും നിങ്ങൾ കൃത്യമായിട്ട് കൂളൻ്റ് മാറിയില്ലെന്നുണ്ടെങ്കിൽ. ഇനി പഴയ കൂളൻ്റ് ആണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്ററിനകത്ത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിന്ന് പോകും, അല്ലെങ്കിൽ ചെളിയുടെ അംശം വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബ്ലോക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ പ്രോപ്പർ കൂളിംഗ് നടക്കത്തില്ല. അതുകൊണ്ട് ഓരോ ടൈമിൽ കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾ കൂളൻ്റ് മാറി വിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ലൈഫ്, അതും എൻജിനെ തന്നെയാണ് ബാധിക്കുന്ന, കൂളിങ്ങും കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് മാറിക്കോണം. കൂളൻ്റ് മാറിയാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിനും പ്രശ്നങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. ഇനി കൂളൻ്റ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു കാര്യമാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് തന്നെയാണ് ഫ്ലൂയിഡ് ക്ലച്ചുള്ള വാഹനത്തിന് ക്ലച്ച് ഫ്ലൂയിഡായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്ലൂയിഡിന് ഒരു പ്രഷർ കൊടുത്ത്, ഈ ഫ്രണ്ടിൽ കൊടുക്കുന്ന പ്രഷർ എത്രയാണോ അത് തന്നെയായിരിക്കും 4 ബ്രേക്കിലോട്ടും അത് കൊടുക്കുന്നൊരു പ്രഷർ. ഈ ഒരു പ്രഷറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഡിഫറൻസ് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്ക് ഫ്ലൂയിഡ് കൃത്യമായിട്ടുള്ള സമയത്ത് മാറിയില്ലെങ്കിൽ, ബ്രേക്ക് ഫ്ലൂയിഡിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ബ്രേക്ക് ഫ്ലൂയിഡിനകത്തോട്ട് അറ്റ്മോസ്ഫിയറിലുള്ള, അതായത് നമ്മുടെ ഈ തുറന്നു കിടക്കുന്ന ഈ വായുവിലുള്ള നമ്മുടെ മോയ്സ്ചർ കണ്ടന്റിനെ വലിച്ചെടുക്കുക എന്നുള്ളത്. ഈ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്, അതായത് വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഈ വെള്ളത്തിൻ്റെ അംശം ഇതിനകത്ത് പറ്റി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് അവിടെ ഒരു ഹീറ്റ് ഉണ്ടാകും. ഈ ഹീറ്റും ഈ വെള്ളത്തിൻ്റെ പ്രസൻസും കൂടെ വരുമ്പോൾ അവിടെ ബോയിൽ ചെയ്യാനുള്ള, അതായത് ചെറിയ രീതിക്ക് തിളയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എയർ ബബിളും കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിൻ്റെ റിസർവ് ടാങ്കിൽ, അഥവാ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവ് ടാങ്കിലോ അല്ലെങ്കിൽ ലൈൻസിലോ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന എപ്പോഴാണോ ഈ എയർ ബബിൾസ് കംപ്രസ് ആകും, ബ്രേക്ക് പെഡൽ വെറുതെ താന്നു പോകും. അതായത് പെഡൽ വെറുതെ താന്നു പോകുന്നേ ഉള്ളൂ, ബ്രേക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പലരും ഹൈ റേഞ്ചൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് പലർക്കും ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടാതെ പോകുന്നത്. അതിൻ്റെ പ്രധാന കാര്യം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഓവറായിട്ട് ബ്രേക്ക് ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നമാണ്. ബ്രേക്ക് ഫ്ലൂയിഡ് നല്ലതല്ലെന്നുണ്ടല്ലോ, അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് അതിൻ്റെ സമയത്ത് തന്നെ മാറ്റിവിട്ടാൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. ബ്രേക്കിങ്ങിന് എഫിഷ്യൻസി കുറയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തുമില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോണം. ബ്രേക്ക് ഫ്ലൂയിഡ് കൃത്യമായിട്ടുള്ള സമയത്ത്, അതായത് 2 വർഷമാണ് നോർമൽ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടൈം പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ കൃത്യസമയം എപ്പോഴാണ് പറയുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും മാറി വിട്ടോണം. 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്ററാണ് നോർമൽ അതിന് കണക്ക് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. ഈ എയർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യമല്ല. കാരണം നമ്മുടെ
മനുഷ്യൻ്റെ ഒരു ശരീരം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂക്ക് തന്നെയാണ്. നമുക്കൊരു മൂക്കടപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടാനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇത് തന്നെയാണ് നമ്മുടെ വാഹനത്തിന് ഉണ്ടാകുന്നത്. കൃത്യമായിട്ടുള്ള സമയത്ത് എയർ ഫിൽറ്റർ മാറി വിട്ടോണം. കൃത്യസമയമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മൾ പോകുന്ന കുറേ ഡസ്റ്റി ആയിട്ടുള്ള ഏരിയാസിലാണെന്ന് വെച്ചോളൂ, നല്ല പൊടിയൊക്കെ ഉള്ളൊരു സ്ഥലത്തൂടെയൊക്കെ നമ്മൾ സ്ഥിരം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് 40,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് എയർ ഫിൽറ്റർ മാറേണ്ടതെങ്കിൽ ഒരു 30 ആകുമ്പോൾ മാറി വിട്ടോണം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് കുറയും, ഫ്യൂവൽ കൂടുതൽ കൺസ്യൂം ചെയ്യും, മൈലേജ് കുറയും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും കൃത്യസമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ മാറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി, പവർ, കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻജിൻ ലൈഫിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് എയർ കിട്ടിയില്ലെന്നുണ്ടെങ്കിലും അതും നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ പെർഫോമൻസിന് ബാധിക്കുന്ന കൂട്ടത്തിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് കൂടാം, എൻജിൻ ലൈഫ് കുറയാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. അടുത്ത് വരുന്നൊരു കാര്യം സ്പാർക്ക് പ്ലഗ്. അതായത് ഇതൊരു ഡീസൽ വാഹനമാണ്, ഡീസൽ വാഹനത്തിന് സ്പാർക്ക് പ്ലഗ് ഇല്ല. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു പെട്രോൾ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിലെ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് സ്പാർക്ക് പ്ലഗ്. എൻജിന് മിസ്സിങ്ങോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല, അത് വരുമ്പോൾ നമുക്ക് പ്ലഗ് മാറാം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തെറ്റാണ്. എന്തിനാണ് സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനകത്തോട്ട് എടുക്കുന്ന എയർ ഫ്യൂവൽ മിക്സ്ചറിനെ ബേൺ ചെയ്യിക്കാൻ വേണ്ടി. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അടുക്കളയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ലൈറ്ററുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിൽ ചെളി കാര്യങ്ങളൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് കത്തിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വാഹനത്തിൽ നടക്കുന്നത്. കൃത്യമായിട്ട് സ്പാർക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഫ്യൂവൽ ബേണിങ് നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് ടൈംലി റീപ്ലേസ് ചെയ്തോണം. 40,000 കിലോമീറ്റർ ആയിരിക്കും ചില വാഹനങ്ങളിൽ പറയുന്നത്, ചില വാഹനങ്ങളിൽ അത് 30,000 കിലോമീറ്റർ പറയാറുണ്ട്. ഈ LPG ഫിറ്റ് ചെയ്തിരിക്കുന്ന വാഹനത്തിലൊക്കെ 10,000 കിലോമീറ്റർ പറയാറുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള സമയത്ത് അത് മാറി വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് ഈ പറഞ്ഞ പോലെ പൊല്യൂഷന് പ്രശ്നം വരാം, മൈലേജിന് പ്രശ്നം വരാം, പുള്ളിംഗ് ലെസ് വരാം, എൻജിൻ വരെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ആണ്, വലിയ കോസ്റ്റ് വരുന്നൊരു ഐറ്റം അല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പാർട്സും കാര്യങ്ങളൊക്കെ മാറി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഡീസൽ വാഹനമാണെങ്കിൽ ഈ ഡീസൽ വാഹനത്തിന് വരുന്ന 2 മെയിനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് EGR അഥവാ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പെട്രോൾ വാഹനത്തിൽ വരുന്നുണ്ട്, പക്ഷേ പെട്രോൾ വാഹനത്തിൽ കാർബൺ ഡെപ്പോസിറ്റ് വളരെ കുറവാണ്, ഡീസൽ വാഹനത്തിൽ കാർബൺ ഡെപ്പോസിറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് EGRഉം ഇൻ്റർകൂളറും ഓരോ 30,000 കിലോമീറ്റർ കൂടുമ്പോൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ പുള്ളിംഗ് ലെസ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല, ഓയിൽ കൺസപ്ഷൻ കൂടുന്നതായിരിക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഡീസൽ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ടെർബോ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ വില നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല വില വരുന്ന യൂണിറ്റാണ് ഓരോ വാഹനത്തിനും. കാരണം അത് ഏറ്റവും കുറഞ്ഞത് 25,000 തൊട്ട് തുടങ്ങും, 70,000-ൻ്റെയും 75,000-ൻ്റെ ഒക്കെ മേളിൽ വില വരുന്ന മോഡൽ ടെർബോ ചാർജേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഒരു ടെർബോ കംപ്ലൈൻറ്റ് ആകുന്നത്? ഒരു 90% ടെർബോ കംപ്ലൈൻറ്റ് ആകാനുള്ള പ്രധാന കാര്യം ഓയിൽ സർക്കുലേഷൻ കറക്റ്റ് ആകാതെ വരുമ്പോൾ. എന്തുകൊണ്ട് ഓയിൽ സർക്കുലേഷൻ കറക്റ്റ് ആകുന്നില്ല? ഓയിൽ റീപ്ലേസ്മെൻറ്റ് ശരിയാകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഓയിൽ അവിടെ കിട്ടാതെ വരുമ്പോഴത്തേക്കുമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് പ്രശ്നം വരുന്നത്. കാരണം ടെർബോ ആകപ്പാടെ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത് ഓയിൽ സപ്ലൈ കൊണ്ട് മാത്രമാണ്. ഈ ഓയിൽ അവിടെ കൃത്യമായിട്ട് എത്താതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ടെർബോയുടെ ബെയറിങ് പോകും, അതിനനുസരിച്ച് അതിന് ഇമ്പില്ലർ വർക്ക് ചെയ്യാതെ വരും, അത് ഹാർഡായിപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ വാഹനത്തിന് പവർ കിട്ടുന്നതായിരിക്കത്തില്ല. അതായത് ഒരു സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലൊക്കെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം വലിച്ചുകൊണ്ട് പോകുന്നൊരു പവർ ശരിക്കും നമ്മുടെ ഡീസൽ വാഹനത്തിന് നന്നായിട്ട് ഫീൽ ചെയ്യും. അത് ആ ടെർബോ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫീലാണ്. ഈ പറയുന്നൊരു ടെർബോ വർക്ക് ചെയ്യാതെ വരുന്നതിൻ്റെ പ്രധാന കാര്യം ഞാൻ ഈ പറഞ്ഞതാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഇനി ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ വരുന്നതായിരിക്കത്തില്ല. പെട്രോൾ ഫിൽറ്ററും കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഫിൽറ്റർ, ഇതിപ്പോൾ ഒരു ഡീസൽ വാഹനമാണെങ്കിൽ ഡീസൽ ഫിൽറ്ററും പെട്രോൾ വാഹനമാണെങ്കിൽ പെട്രോൾ ഫിൽറ്ററും. കാരണം ഫ്യൂവൽ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ എല്ലാം കാര്യങ്ങളും, അതായത് ബേണിംഗ് ആണെങ്കിലും പൊല്യൂഷൻ്റെ പ്രശ്നമാണെങ്കിലും വാഹനത്തിൻ്റെ മൈലേജ് റിലേറ്റഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. അതായത് ഫ്യൂവൽ കൃത്യമായിട്ട് കിട്ടാതെ വന്നാൽ വാഹനത്തിന് പവർ കിട്ടത്തില്ല, മുമ്പോട്ട് പോകത്തില്ല, കൂടുതൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കും, പെട്രോൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നല്ലാതെ ബേണിംഗ് കൃത്യമാകത്തില്ല. കാരണം കൃത്യമായിട്ടുള്ള എമൗണ്ടിൽ ഫ്യൂവൽ കിട്ടിയാൽ മാത്രം പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങും ടോപ്പ് ഗിയേഴ്സിലും നമുക്ക് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫ്യൂവൽ ഫിൽറ്ററും കൂടെ നിങ്ങൾ മാറി വിട്ടോണം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക.